ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് തേർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിന്ന് ആദ്യം ഒരു തിയറമാണ് പഠിക്കുന്നത്. ദ സം ഓഫ് ദ ഡിഗ്രീസ് ഓഫ് ഓൾ വെർട്ടിസസ് ഇൻ ജി ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ജി. അതായത് ഒരു ഗ്രാഫ്, അപ്പോൾ ആ ഗ്രാഫിൽ വെർട്ടെക്സ് ഉണ്ട്. ആ വെർട്ടെക്സുകളുടെ എല്ലാ ഡിഗ്രീസിൻ്റെയും സം എന്ന് പറയുന്നത് ആ ഗ്രാഫിലെ എഡ്ജസിൻ്റെ എണ്ണത്തിന് ഡബിളായിരിക്കും. ഓക്കെ, എന്താണ് ഒരു ഗ്രാഫിലെ വേർട്ടെക്സുകളുടെ ഡിഗ്രിയുടെ സമ്മ്. ദ സം ഓഫ് ഡിഗ്രീസ് ഓഫ് ഓൾ വേർട്ടിസസ് ഇൻ എ ഗ്രാഫ് ജി എന്ന് പറയുന്നത് ആ ഗ്രാഫിലെ എഡ്ജസിൻ്റെ എണ്ണത്തിന് ട്വൈസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഫിഗർ നോക്കിക്കേ, എത്ര വേർട്ടെക്സ് ഉണ്ട്? V1, V2, V3, V4, V5. 5 വേർട്ടെക്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കാം. V1ൻ്റെ ഡിഗ്രി എത്രയാണ്? V1ലോട്ട് എത്ര എഡ്ജ് വരുന്നുണ്ട്? E5, E4, E3. അപ്പോൾ ഡിഗ്രി എത്രയാണ്? 3. ഇനി V2ൻ്റെ ഡിഗ്രി പറഞ്ഞേ. E3, E2 രണ്ടെണ്ണം, പിന്നെ സെൽഫ് ലൂപ്പ് ഉണ്ടായതുകൊണ്ട് അത് 2 വട്ടം കൗണ്ട് ചെയ്യും, അപ്പോൾ മൊത്തം 4. അപ്പോൾ V2ൻ്റെ ഡിഗ്രി 4. ഇനി V3യുടെ ഡിഗ്രിയോ? 1, 2, 3. ഓക്കെ, V3യുടെ ഡിഗ്രി 3. ഇനി V4ൻ്റെ ഡിഗ്രിയോ? E6ഉം E2ഉം E7ഉം അവിടെയും 3. V5ൻ്റെ ഡിഗ്രി E7 മാത്രമേ ഉള്ളതുകൊണ്ട് 1. ഇനി നമുക്ക് എന്താ പറയേണ്ടത്? 7 വെർട്ടെക്സിൻ്റെ എല്ലാ ഡിഗ്രിയുടെ സം എടുക്കണം. അപ്പോൾ എത്ര വരും? V1 + V2 + V3 + V4 + V5, 3 + 3 + 3 + 4 + 1 എത്ര വരും? 14 എന്ന് വരും. ഈസ് ഈക്വൽ ടു എന്താണെന്നാ പറഞ്ഞത്? 2E. എത്ര എഡ്ജസ് ഉണ്ട്? E1, E2, E3, E4, E5, E6, E7. 7 എഡ്ജസ് ഉണ്ട്. 7ൻ്റെ ഡബിൾ എത്ര? 14. ആ 14 തന്നെ എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രിയുടെ സമ്മം കിട്ടിയില്ലേ? ഓക്കെ, അപ്പോൾ അതാ പറയണത്, ഒരു ഗ്രാഫിൽ ഉള്ള വെർട്ടെക്സുകളുടെ ഡിഗ്രിയുടെ സമ്മം എന്ന് പറയുന്നത് എപ്പോഴും ആ ഗ്രാഫിലെ എഡ്ജസിൻ്റെ എണ്ണത്തിന് ഇരട്ടി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ ഇഷ്ടമുള്ളൊരു പടം വെച്ച് കാണിച്ച് പറയാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ തന്നെ പ്രൂഫാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊരു പ്രൂഫായിട്ട് ചോദിക്കുവാണെങ്കിൽ എക്സാമ്പിൾ വിത്ത് ഇതുകൂടെ എഴുതണം. ദ സം ഓഫ് ഡിഗ്രി ഓഫ് ഓൾ വേർട്ടെക്സ് ഇൻ എ ഗ്രാഫ് ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് എഡ്ജസ്. പ്രൂഫ് പറഞ്ഞേക്ക് നോക്കിയേ. കൺസിഡർ എ ഗ്രാഫ് ജി വിത്ത് ഇ എഡ്ജസ് ആൻഡ് എൻ വേർട്ടിസസ്. ഒരു ഗ്രാഫ് എടുക്കുക, ഗ്രാഫിനകത്ത് ഈ എഡ്ജസും എൻ വേർട്ടെക്സും V1, V2 എക്സെട്ര Vn എൻ വേർട്ടെക്സും ഉണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് എപ്പോഴും അറിയാം, ഒരു എഡ്ജ് എപ്പോഴും അസോസിയേറ്റ് ചെയ്യുന്ന 2 വേർട്ടെക്സിനെ വെച്ചിട്ടായിരിക്കും അല്ലേ? ഈച്ച് എഡ്ജ് കോൺട്രിബ്യൂട്ട്സ് 2 ഡിഗ്രി. ദ സം ഓഫ് ദ ഡിഗ്രി ഓഫ് ഓൾ വെർട്ടെക്സ് ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ജി. അതായത് എപ്പോഴും ഒരു എഡ്ജ് എപ്പോഴും 2 ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്താ കാര്യം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഒരൊറ്റ എഡ്ജാണ്, E എന്ന് പറഞ്ഞ ഒരൊറ്റ എഡ്ജാണ്. അത് എന്തിനു തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്? V1നെയും V2നെയും. ഈ E എന്ന് പറയുന്ന എഡ്ജ് V1ന് ഒരു ഡിഗ്രി കൊടുക്കുന്നുണ്ട്, E എന്ന് പറയുന്ന എഡ്ജ് V2നും ഒരു ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു എഡ്ജ് ഒരു വെർട്ടെക്സ് പെയറിന് എത്ര ഡിഗ്രി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? 2. അതുകൊണ്ട് തന്നെ എപ്പോഴും എഡ്ജസിൻ്റെ എണ്ണം ഡിഗ്രി എടുക്കുമ്പോൾ അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സം എന്തായിരിക്കും? എപ്പോഴും എഡ്ജസിൻ്റെ എണ്ണത്തിന് ഇരട്ടിയായിരിക്കും എന്നാണ് നമ്മുടെ പ്രൂഫിൽ പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സിഗ്മ I is equal to 1 to n ഡിഗ്രി ഓഫ് Vi എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 2E. എഡ്ജസിൻ്റെ എണ്ണത്തിന് ഡബിൾ ആയിരിക്കും. അങ്ങനെയാണ് പ്രൂഫ് പറയേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഈ പ്രൂഫും പറയണം, ഇഷ്ടമുള്ളൊരു ഗ്രാഫ് വരച്ച് എക്സാമ്പിളായിട്ടത് കാണിച്ചും പറയണം. ഓക്കെ, രണ്ടാമത്തെ തിയറം. ദ നമ്പർ ഓഫ് ഓഡ് ഡിഗ്രി വേർട്ടിസസ് ഇൻ എ ഗ്രാഫ് ഈസ് ഓൾവേസ് ഈവൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ, ഏത് ഗ്രാഫ് ആയിക്കോട്ടെ, ആ ഗ്രാഫിൽ ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടെക്സുകളുടെ എണ്ണം എപ്പോഴും ഈവൻ ആയിരിക്കും. മനസ്സിലാക്കണം, ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടെക്സുകളുടെ എണ്ണം എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. നമുക്ക് ഈ ഫിഗർ തന്നെ നോക്കാം. ഇവിടെ എത്ര വെർട്ടെക്സിന് ഓഡ് ഡിഗ്രി ഉണ്ട്? V1ന് ഓഡ് ഡിഗ്രിയാണ്, V3ക്ക് ഓഡ് ഡിഗ്രിയാണ്, V4ന് ഓഡ് ഡിഗ്രിയാണ്, V5ന് ഓഡ് ഡിഗ്രിയാണ്. അപ്പം ആ ഗ്രാഫിൽ 4 വെർട്ടെക്സിന് എന്താണ്? ഓഡ് ഡിഗ്രിയാണ്. അപ്പോൾ ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടെക്സുകളുടെ എണ്ണം 4 എന്ന് കിട്ടിയില്ലേ? ഈവൻ എന്ന് കിട്ടിയില്ലേ? അപ്പോൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഒരു ഗ്രാഫിൽ ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടെക്സുകളുടെ എണ്ണം എപ്പോഴും എന്തായിരിക്കും? ഈവൻ ആയിരിക്കും. നിങ്ങൾക്ക് ഗ്രാഫ് വെച്ചും പറയാം ഇങ്ങനെ, അല്ലെങ്കിൽ പ്രൂഫ് വെച്ചും പറയണം. പ്രൂഫ് വെച്ച് എങ്ങനെയാണ് പറയുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ഗ്രാഫിലുള്ള വെർട്ടെക്സുകളുടെ ഡിഗ്രിയുടെ സം എന്തായിരിക്കും? 2E ആയിരിക്കും നമ്മൾ പഠിച്ചു. അതായത് സിഗ്മ I is equal to 1 to n d of Vi 2E നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു.
ഈ സിഗ്മ ഐ ഈക്വൽ ടു 1 ഡി ഓഫ് വി എന്ന് വെച്ചാൽ ഒരു ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രിയുടെ സമം. അത് ഈവനും ആവാം ഓടും ആവാം. ഫോർ എക്സാമ്പിൾ ഈ ഫിഗറിൽ ഈവനും വന്നിട്ടുണ്ട് ഓടും വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ദാണ്ടെ ഈവൻ ഡിഗ്രിയും വന്നിട്ടുണ്ട്, ഓടും വന്നിട്ടുണ്ട്, ഈവനും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൂഫിൽ പറയുമ്പോൾ ഒരു ഗ്രാഫിലെ വെർട്ടെക്സുകളുടെ ഡിഗ്രിയുടെ സമ്മ് 2 എന്ന് പറയുമ്പോൾ അവിടെ ഈവനും വരാം ഓടും വരാം. അപ്പോൾ ഡിഗ്രി ഓഫ് ഓഡ് പ്ലസ് ഡിഗ്രി ഓഫ് ഈവൻ ഈക്വൽ ടു 2e. ഞാൻ വേണം ഇവിടെ എഴുതി കാണിക്കാം. ഒരു ഗ്രാഫ് എടുക്കുക. അപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ ചിലപ്പം എന്തായിരിക്കും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ വെർട്ടെക്സിൻ്റെ കേസിൽ എന്താണ് 1 2 3 ഓഡ് ഡിഗ്രിയാണ്. ഇതിൻ്റെ കേസിലോ 1 2 ഈവൻ ഡിഗ്രിയാണ്. ഇതിൻ്റെ കേസിലോ ഈ വെർട്ടെക്സിൻ്റെ കേസ് എടുക്കുമ്പോഴോ 1 2 2 3 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഗ്രാഫിലെന്ന് പറയുമ്പോൾ വെർട്ടെക്സുകളുടെ ഡിഗ്രി ഈവനും വരാം ഓടും വരാം. സം എന്ന് പറയുമ്പോൾ അത് ഈവനും ആവാം ഓടും ആവാം. അതാണ് ഇവിടെ പറയുന്നത് സിഗ്മ ഓഫ് ഡിഗ്രി ഓഫ് വി പ്ലസ് സിഗ്മ ഈവൻ ഓഫ്. അതായത് ഒരു ഗ്രാഫ് എടുക്കുമ്പോൾ ഗ്രാഫിലെ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഒന്നീ ഓടും വരാം അല്ലെങ്കിൽ ഈവനും വരാം. അതിൻ്റെ സമ്മാണ് നമ്മൾ ഈ പറഞ്ഞ 2e. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ നമ്മളൊരെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു സ്റ്റെപ്പാണ് ഇത്. അതായത് ഒരു ഗ്രാഫിൽ വെർട്ടെക്സുകളുടെ സമ്മെന്ന് പറഞ്ഞാൽ 2e ഈക്വലായിരിക്കും. അപ്പോൾ ഡിഗ്രി ഓഫ് വി എന്ന് പറഞ്ഞാൽ അത് ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടെക്സും ആവാം ഈവൻ ഡിഗ്രി ഉള്ള വെർട്ടെക്സും ആവാം. അപ്പം ഈവൻ എന്നുള്ളത് ഓക്കെ, ഇവിടെ 2e ഓക്കെ. ഇവിടെ ഈവൻ ആണെന്നും പറയുന്നു, ഇവിടെ 2e ആണെന്നും പറയുന്നു. പക്ഷേ ഇവിടെ ഈവനാണ് ഇവിടെ ഈവനാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈവൻ തന്നെ വരണ്ടേ. ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സ് എന്ന് കൊടുക്കുന്നു പ്ലസ് ഒരു ഈവൻ വാല്യൂ എത്ര 8 ഈക്വൽ ടു 2 ഇൻറ്റു ഇ. ഡബിൾ ചെയ്ത് എപ്പോഴും ഈവൻ നമ്പർ തന്നെ വരുമല്ലോ. അപ്പോൾ നമ്മളോട് 12 വന്നിട്ടു. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും 12 മൈനസ് 8 എത്ര 4. അപ്പോൾ ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടെക്സുകളുടെ എണ്ണം എന്ത് തന്നെ ആയിരിക്കും, ഈവൻ തന്നെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രൂഫിലോട്ട് എത്തിച്ചേരുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇങ്ങനെ നിങ്ങളിതെല്ലാം വിട്ടേക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി വെച്ചാലും മതി. ഓൾറെഡി നമ്മൾ പഠിച്ചു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ഡിഗ്രി ഓഫ് വി ഐ എന്ന് പറയുന്നത് 2e ആണ്. അതൊരു ഗ്രാഫിൽ വെർട്ടെക്സുകളുടെ ഡിഗ്രിയുടെ സം എന്ന് പറഞ്ഞാൽ എഡ്ജസിൻ്റെ ഡബിളാണ്. ഓക്കെ, അപ്പോൾ ആ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എന്ന് പറയുമ്പം അത് ഈവൻ ഡിഗ്രിയും വരാം ഓഡ് ഡിഗ്രിയും വരാം. അപ്പം ഡിഗ്രി ഓഫ് ഓഡ് ഡിഗ്രി പ്ലസ് ഈവൻ ഡിഗ്രിയുടെ സം എന്ന് പറഞ്ഞാൽ എന്താണ് 2e ആണ്. ഈവൻ പോലെ തന്നെ കിടക്കും. 2e എന്ന് പറഞ്ഞാൽ അത് ഈവൻ നമ്പറാണ്. അവിടെ 2 ഈവൻ ആവണമെങ്കിൽ ഓഡ് ഡിഗ്രി ഉള്ള വെർട്ടെക്സിൻ്റെ എണ്ണം എന്തിനായേ പറ്റത്തുള്ളൂ, ഈവനായേ പറ്റത്തുള്ളൂ. അതാണ് അതിൻ്റെ പ്രൂഫ്. ഓക്കെ, നിങ്ങൾക്കിത് ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ച് കാണിച്ചാലും കറക്റ്റാണ്. ഓക്കെ, ദെൻ ഒരു പ്രോബ്ലം ആണ്. ഡ്രോ എ ഗ്രാഫ് വിത്ത് 15 വേർട്ടിസസ് ഈച്ച് ഓഫ് ഡിഗ്രി 5. എന്താ പറഞ്ഞേക്കുന്നത്, 15 വേർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് നിങ്ങൾ വരയ്ക്കണം. 15 വേർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് നിങ്ങൾ വരയ്ക്കണം. ഓരോ വെർട്ടെക്സിൻ്റെ, അതായത് 15 വെർട്ടെക്സിൻ്റെയും ഡിഗ്രി എന്താണ് 5 ആണ്. മനസ്സിലാവുന്നുണ്ടോ? 15 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് നിങ്ങൾ വരയ്ക്കണം. അതിൽ ഇപ്പോൾ 15 പറയുമ്പോൾ V1 V2 V3 V4 അപ് ടു V15. V1ൻ്റെയും V2ൻ്റെയും V3യുടെയും എല്ലാം ഡിഗ്രി എത്രയാണ് 5. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും, ഒരു ഗ്രാഫിലെ ടോട്ടൽ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും 2e. അതായത് ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. 2 ഇൻറ്റു ഇ. ഇയുടെ വാല്യൂ എപ്പോഴും ഈവൻ അല്ലേ വരാൻ പറ്റും. 2e എന്ന് പറയുമ്പോൾ എപ്പോഴും ഡബിൾ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു ഗ്രാഫിലെ വെർട്ടെക്സുകളുടെ ഡിഗ്രിയുടെ സം എപ്പോഴും ഈവൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n. എന്നിൻ്റെ വാല്യൂ എന്താ, വെർട്ടെക്സ് എത്ര 15. ഡി ഓഫ് വി ഐ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, എങ്ങനെ ഡിഗ്രിയുടെ വെർട്ടെക്സിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കുന്നത്, 15 വെർട്ടെക്സ് ഉണ്ട്, ഓരോന്നിൻ്റെയും ഡിഗ്രി എത്ര 5. അപ്പോൾ എത്ര വരും ടോട്ടൽ ഡിഗ്രി, 15 ഇൻറ്റു 5 75 ഇസ് ഈക്വൽ ടു 2e. ആണോ, ഒരു ഈവൻ വാല്യൂ ആണോ? അല്ല. ഈവൻ വാല്യൂ അല്ല എങ്കിൽ എന്താണ് അങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്ക് ആകെ അറിയാം സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to n ഡി ഓഫ് വി ഐ എന്ന് പറയുന്നത് 2e ആണ്. ഇവിടെ ഒരു എന്തൊരു വാല്യൂ വരണം, ഒരു ഈവൻ വാല്യൂ വരണം. പക്ഷേ ഇവിടെ
15 × 5 75 75 ഈവൻ വാല്യൂ ആണോ? അല്ല. അതുകൊണ്ട് എന്ത് പറ്റത്തില്ല, ഇങ്ങനൊരു ഗ്രാഫ് പോസിബിൾ അല്ല. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇങ്ങനെ ചിന്തിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ ഗ്രാഫ്. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ എ ഗ്രാഫ് വിത്ത് 5 വേർട്ടീസസ് ഈച്ച് ഓഫ് ഡിഗ്രി 4. എന്താ പറഞ്ഞേക്കുന്നത്? 5 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ്, ഓരോന്നിൻ്റെയും ഡിഗ്രി തന്നിട്ടുണ്ട് 4. അങ്ങനെയാണെങ്കിൽ എത്ര എഡ്ജസ് വരും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ I is equal to 1 to n d of vi equal to 2e എന്നുള്ളതാണ് നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ. ഇവിടെ ഡിഗ്രി ഓഫ് വി ഐ ഞാൻ കണ്ടുപിടിക്കും. എത്ര വെർട്ടെക്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അവർ? എത്ര വെർട്ടെക്സ് ഉണ്ടെന്നാണ് പറയുന്നത്? 5 വെർട്ടെക്സ് അല്ലേ? സോറി, 5 വെർട്ടെക്സ്. എത്ര ഡിഗ്രി വീതമുണ്ട്? 4 ഇസ് ഈക്വൽ ടു 2e ആണെന്ന് അവർ തന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ഡിഗ്രി ഓഫ് വി ഐ എന്ന് പറഞ്ഞാൽ 2e ആണ്. ഡിഗ്രി എത്രയാണ്? 4. എത്ര വെർട്ടെക്സ്? 5. അപ്പോൾ 20 ഇസ് ഈക്വൽ ടു 2e. ഇയുടെ വാല്യൂ എന്തായിരിക്കും? 20/2 ഈക്വൽ ടു 10 എന്ന് കിട്ടും. കണ്ടോ, നമ്മുടെ ഒരു ഇക്വേഷനകത്തു നിന്നാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം ബൈ ഹേർട്ട് ചെയ്താൽ മതി. ടോട്ടൽ ഡിഗ്രി കണ്ടുപിടിക്കാൻ വെർട്ടെക്സ് ഇൻറ്റു ഡിഗ്രി. ഓക്കെ, അപ്പോൾ 5 വെർട്ടെക്സ് ഉണ്ട്, 4 ഡിഗ്രി. അപ്പോൾ ടോട്ടൽ ഡിഗ്രി എത്ര വരും? ടോട്ടൽ ഡിഗ്രിയുടെ സം എത്ര വരും? 5 × 4 20 ഇസ് ഈക്വൽ ടു 2e എന്ന് നമുക്കറിയാം. ഇയുടെ വാല്യൂ 20/2 ഇസ് ഈക്വൽ ടു 10. ഓക്കെ, ഫൈൻഡ് ദ നമ്പർ ഓഫ് വേർട്ടീസസ് ഇൻ എ ഗ്രാഫ് വിച്ച് ഹാസ് 6 എഡ്ജസ് ആൻഡ് ഈച്ച് വേർട്ടെക്സ് ഹാസ് ഡിഗ്രി 3. അപ്പോൾ നമുക്ക് ഇവിടെയും നമ്മുടെ സെയിം ഇക്വേഷൻ എടുക്കാം. എന്താ? സിഗ്മ I is equal to 1 to n d of vi is equal to 2e. ഓക്കെ, അപ്പം ഇപ്പോൾ ഡി ഓഫ് വി ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ഡിഗ്രി കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ വേർട്ടെക്സ് ഇൻറ്റു അതിൻ്റെ ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്കിവിടെ വേർട്ടെക്സ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് വേർട്ടെക്സിൻ്റെ സ്ഥാനത്ത് n എന്നിടാം. ഇൻറ്റു എത്ര ഡിഗ്രി തന്നിട്ടുണ്ടോ? ഉണ്ട്, 3 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇ. എത്ര തന്നിട്ടുണ്ട്? എഡ്ജസ് ഇവിടെ തന്നിട്ടുണ്ട്. എത്ര? 6. അപ്പോൾ 3n ഇസ് ഈക്വൽ ടു 12. n ഇസ് ഈക്വൽ ടു 12/4 ഈക്വൽ ടു 3. അല്ല സോറി, 12/3 ഇസ് ഈക്വൽ ടു 4. കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. ഡി ഓഫ് വി ഐ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? എത്ര വേർട്ടെക്സ് ഉണ്ട് അതേ ഇൻറ്റു ആ ഡിഗ്രി വാല്യൂ. ഇവിടെ അവർ വെർട്ടെക്സ് തന്നിട്ടില്ല, പക്ഷേ ഡിഗ്രി എത്ര എന്ന് പറയുന്നുണ്ട്? എത്ര? 3 എന്ന് പറയുന്നുണ്ട്. ഈക്വൽ ടു 2e ആണെന്ന് നമുക്കറിയാം. അപ്പോൾ n × 3 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എഡ്ജസ് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. എത്ര? 6. കണ്ടോ, അപ്പോൾ ഈ ഒരു ഇക്വേഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ വട്ടമൊക്കെ ഒരു മെയിൻലി ചോദിച്ചത് ഇങ്ങനെയാണ്, ഇത്ര വേർട്ടെക്സ് തരും, ഇത്രയാണ് അതിൻ്റെ ഡിഗ്രി, ഇത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി? ആ ഡിഗ്രികളുടെ എല്ലാം കൂടെ സം എടുക്കുക. ഇപ്പം നിങ്ങളോട് പറയാം 5 വെർട്ടെക്സ് ഉണ്ട്, അല്ലെങ്കിൽ വേണ്ട 4 വെർട്ടെക്സ് ഉണ്ട്. ആദ്യത്തെ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 1, രണ്ടിൻ്റെ 2, മൂന്നാമത്തിൻ്റെ 3, അടുത്തതിൻ്റെ 4. ഇപ്പോൾ എത്രയായി? 4 3 7, 8 9 10. അപ്പോൾ സം എത്ര കിട്ടി? 10. 10 ഒരു ഈവൻ ആണല്ലോ. ഈവൻ ആണെങ്കിൽ എന്ത് പറ്റും? അത് വെച്ച് ഗ്രാഫ് പോസിബിളാണ്. നേരെ മറിച്ച് നിങ്ങൾക്കൊരു 10 വെർട്ടെക്സ് തന്നു, അതിൻ്റെ എല്ലാവരുടെ സം എടുക്കുമ്പോൾ നിങ്ങൾക്ക് 63 കിട്ടി. പറ്റുമോ ഗ്രാഫ് വരയ്ക്കാൻ? ഇല്ല. കാര്യം എന്താ? ഓഡ് നമ്പറാണ് കിട്ടിയത്. അപ്പോൾ സം ഓഫ് ദ ഡിഗ്രി ഓഫ് ഓൾ വേർട്ടീസസിൻ്റെ ഗ്രാഫ് എപ്പോഴും ഒരു ഈവൻ നമ്പർ കിട്ടുവാണെങ്കിൽ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും, ഇല്ല എങ്കിൽ ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഈ മൊഡ്യൂളിലെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഐസോമോർഫിസം. ഓക്കെ, എന്താണ് ഐസോമോർഫിസം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുതപ്പെട്ട എല്ലാ എക്സാം എന്നല്ല, ഉറപ്പായിട്ട് ഫസ്റ്റ് മോഡ്യൂളിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു ഓർ പാർട്ട് വരുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, 2 ഗ്രാഫ് G and G dash are said to be isomorphic if there is a one-to-one correspondence between their vertices and edges such that the incident relationship is preserved. Hence, 2 isomorphic graphs must have same number of vertices, same number of edges, equal number of vertices of a given degree.
Though these three conditions are necessary, they are not sufficient for two graphs to be isomorphic. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ തൽക്കാലം അങ്ങ് വിട്ടേക്കുക. ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇത് സിമ്പിളായിട്ട് പറയാം. 2 ഗ്രാഫ് നിങ്ങൾക്ക് തരും. അത് ഐസോമോർഫിക് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 2 ഗ്രാഫ് ഐസോമോർഫിക് ആണെന്ന് പറയുവാണെങ്കിൽ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആണെന്ന് പറയണമെങ്കിൽ അത് തമ്മിലൊരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടാവണം. അതായത് ഒന്നിൽ എന്തുണ്ടോ അതുപോലെ തന്നെ മറ്റൊന്നിലും കാണണം. അവിടെ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരിടത്ത് V1 എന്ന് പറഞ്ഞൊരു വെർട്ടെക്സ് ഉണ്ട്. അതിലേക്ക് 3 എഡ്ജസ് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്തും അതുപോലെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ 3 എഡ്ജസ് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോവാം. 2 ഗ്രാഫ് G and G' are said to be isomorphic if there is a 1-to-1 correspondence between their vertex and edges. ആ 2 ഗ്രാഫിൻ്റെ വെർട്ടെക്സും എഡ്ജസും തമ്മിൽ ഒരു 1-to-1 കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സിമിലാരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻസിഡൻസ് റിലേഷൻഷിപ്പ് പ്രിസർവ് ചെയ്യാൻ വേണം. ഇത് കൂടാതെ പറയുന്ന കണ്ടീഷനാണ് 2 ഗ്രാഫ് ഐസോമോർഫിക് ആവണമെങ്കിൽ 2 ഗ്രാഫിലും സെയിം നമ്പർ ഓഫ് വേർട്ടീസസും സെയിം നമ്പർ ഓഫ് എഡ്ജസും അതുപോലെ തന്നെ വെർട്ടെക്സുകളുടെ ഡിഗ്രി ഏകദേശം സെയിമായും വരണം. അതായത് ഒരു ഗ്രാഫിൽ 2 വെർട്ടെക്സിന് ഈവനും ഒന്നിന് ഓഡ് ഡിഗ്രി ആണെങ്കിൽ അടുത്തതിനും അതുപോലെ തന്നെ 2 വെർട്ടെക്സിന് ഈവൻ ഡിഗ്രിയും ഒന്നിന് ഓഡ് ഡിഗ്രിയും തന്നെ വരണം. ഒരു ഗ്രാഫിൽ എല്ലാ വെർട്ടെക്സിന് ഈവൻ ഡിഗ്രി ആണെങ്കിൽ അടുത്ത ഗ്രാഫിൽ ഐസോമോർഫിക് ഗ്രാഫിൽ എല്ലാ വെർട്ടെക്സും ഈവൻ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇത്രയും കണ്ടീഷൻസേ ഉള്ളൂ. സെയിം നമ്പർ ഓഫ് വെർട്ടെക്സ്, സെയിം നമ്പർ ഓഫ് എഡ്ജസ്, ഈക്വൽ നമ്പർ ഓഫ് വെർട്ടെക്സസ് ഹാവിങ് ദി സെയിം ഡിഗ്രി. ഒരേപോലെ ഡിഗ്രി ഉള്ള വെർട്ടെക്സ് ആയിരിക്കണം രണ്ടെണ്ണത്തിൽ. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ഏകദേശം 2 ഗ്രാഫ് ഐസോമോർഫിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. 2 ഐസോമോർഫിക് ഗ്രാഫ് കാണിച്ചേക്കാണ്. 2-നകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം 10 വെർട്ടെക്സ് വീതമുണ്ട്, 2-നകത്തും 15 വെർട്ടെക്സ് വീതമുണ്ട്. അതിലെല്ലാത്തിനകത്തും 3 ഡിഗ്രി ഉള്ള വെർട്ടെക്സ് ഇവിടെയും 10 ഇവിടെയും 10. ഓക്കെ, ഇത് നമുക്ക് സിംപ്ലി പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇപ്പോൾ 2 ഗ്രാഫ് ഐസോമോർഫിക് ആണോ അല്ലയോ എന്നായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ആദ്യമേ കയറി അങ്ങ് ചെയ്യാണ്ട് ആദ്യം ഐസോമോർഫിക്കിൻ്റെ ഡെഫിനേഷനും കണ്ടീഷനും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിൽ വേണം ഈ എസ്സേ ക്വസ്റ്റ്യൻ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്. ചെക്ക് വെദർ ദ ഫോളോയിങ് പാരഗ്രാഫ് ആർ ഐസോമോർഫിക് ഓർ നോട്ട്. ഓക്കെ, ഇത് തന്നേക്കുന്ന 2 ഗ്രാഫും ഐസോമോർഫിക് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഗ്രാഫിൻ്റെ പേര് G1 എന്നാണ്, രണ്ടാമത്തെ ഗ്രാഫിൻ്റെ പേര് G2 എന്നാണ്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ റഫായിട്ട് ആദ്യം ഈ 2 ഗ്രാഫിൻ്റെ ഡിഗ്രി കണ്ടുപിടിച്ച് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യമേ ഡിഗ്രി കണ്ടുപിടിച്ച് വെച്ചേക്കുകയാണ്. ഇവിടെ എത്ര വെർട്ടെക്സ് ഉണ്ട്? ABCDE ഓരോന്നിൻ്റെയും ഡിഗ്രി കണ്ടുപിടിച്ചു. ഇവിടെയും V1 V2 V3 V4 V5 ഓരോന്നിൻ്റെയും ഡിഗ്രി കണ്ടുപിടിച്ചു. ഡിഗ്രി കണ്ടുപിടിക്കുക എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ G1-ൽ എയുടെ വെർട്ടെക്സിൻ്റെ ഡിഗ്രി എത്ര? 3 വരുന്നുണ്ട്, 5ഉം 4ഉം 2. അപ്പം ഡിഗ്രി 3. ബിയുടെ ഡിഗ്രിയോ 2, സിയുടെ 3, ഡിയുടെ 3, ഇയുടേത് 1. ഇവിടെ അതുപോലെ നമ്മൾ കണ്ടുപിടിച്ചത് റഫായിട്ട് മാറ്റി വെച്ചേക്കണം. നമ്മൾ ഈ പ്രോബ്ലം ചെയ്തു തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ചെക്ക് വെദർ ദ 2 ഫോളോയിങ് ഗ്രാഫ് ആർ ഐസോമോർഫിക് ഓർ നോട്ട് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഐസോമോർഫിസ് എന്താണെന്നൊക്കെ എഴുതുക, അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളും എല്ലാം എഴുതുക. എന്നിട്ട് ഈ 2 പടം അതുപോലെ എടുത്ത് വരയ്ക്കുക. വലിയ പടമാണെങ്കിൽ വരയ്ക്കേണ്ട, അല്ലെങ്കിൽ വരയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതുപോലെ 2 കോളം കൊടുക്കാം. ഏതൊക്കെയാണ്? നമ്മുടെ ഗ്രാഫിൻ്റെ പേര് G1 G2. അപ്പം G1 G2 എന്ന് കൊടുക്കാം. ഓക്കെ, ആദ്യം എത്ര വേർട്ടെക്സ് ഉണ്ടെന്ന് നോക്കാം. G1-ൽ എത്ര വേർട്ടെക്സ് ഉണ്ട്? ABCDE ഉണ്ടോ? ABCDE. ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടെക്സ് എത്രയാണ്? 5. അതുപോലെ എഴുതി. G2-ൽ എത്ര വേർട്ടെക്സ് ആണ് നോക്കാം? V1 V2 V3 V4 V5. കണ്ടോ? V1 V2 V3 V4 V5. അതും എത്ര ടോട്ടൽ നമ്പർ എന്ന് എണ്ണി എഴുതുക? 5. അപ്പോൾ വെർട്ടെക്സുകളുടെ എണ്ണത്തിനകത്ത കാര്യം കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ വെർട്ടെക്സുകളെ ഡിഗ്രിയുടെ ഓർഡറിൽ, അസെൻഡിങ് ഓർഡറിൽ എഴുതുക. മനസ്സിലാവുന്നില്ല? ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നുവെച്ചാൽ വലുതും ചെറുതിലോട്ട് എഴുതുക. വെർട്ടെക്സസ് വിത്ത് ഡിഗ്രി അറേഞ്ച്ഡ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഇത് കണ്ടുപിടിച്ച് വെക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ പറയും ഇവിടെ ആദ്യം ഏതായിരിക്കും വരേണ്ടത്? A, പിന്നെ C, പിന്നെ D, പിന്നെ B, പിന്നെ E.
ഒരേപോലെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. അപ്പോൾ എ സി ഡി ബി ഇ കണ്ടോ, എ സി ഡി ബി ഇ. ഇവിടോ V1 V3 V4 V2 V5 കണ്ടോ, V1 V3 V4 V2 V5. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, എത്ര വേർട്ടെക്സ് ഉണ്ടെന്ന് എടുത്തെഴുതുക, ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടെക്സ് എഴുതുക, പിന്നെ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ അതിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഓക്കെ, എളുപ്പമാണേ. ഇനി ചെയ്യേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് കണ്ടുപിടിക്കണം. എങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് കണ്ടുപിടിക്കുന്നത്? സിഗ്മ ഇ ഈസ് ഈക്വൽ ടു 1 to n ഡിഗ്രി ഓഫ് വി ഐ ഈസ് ഈക്വൽ ടു 2 into E. അപ്പോൾ ഈ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ ഡിഗ്രിയുടെ എല്ലാം സം ഡിവൈഡഡ് ബൈ 2 ചെയ്ത എഡ്ജസ് കിട്ടില്ലേ? അതായത് സിഗ്മ ഇ ഈക്വൽ ടു 1 to n ഡി ഓഫ് വി ഐ ഈസ് ഈക്വൽ ടു 2E അല്ലേ? ഈ എങ്ങനെ കിട്ടും? ഡിഗ്രിയുടെ സമ്മ് ബൈ 2 ചെയ്താൽ പോരെ? ഓക്കെ, ഇപ്പോൾ ഡിഗ്രിയുടെ സം എങ്ങനെ കിട്ടും? ഇതാ കിടക്കുന്ന ഡിഗ്രിയുടെ സം 3 + 2 + 3 + 3 + 1 എത്ര? 3 3 6 3 9 12. അപ്പം 12/2 6 കിട്ടി. ഇവിടെ അതുപോലെ ഡിഗ്രി എടുക്കുക, ഡിഗ്രീസിൻ്റെ സം എടുക്കുക. എങ്ങനെ വരും? 3 + 2 + 3 + 3 + 1 വരും. അതെത്ര കിട്ടും നമുക്ക്? അതും 12 കിട്ടും. 12/2 6 കിട്ടി. അപ്പം നിങ്ങൾ നോക്കിയറിയാം, ഇവിടെ വേർട്ടെക്സുകളുടെ എണ്ണം 2 ഗ്രാഫിലും സെയിം ആണ്, എഡ്ജസും എല്ലാം സെയിം ആണ്. Since G1 and G2 have same number of vertices and same number of edges, G1 and G2 are isomorphic graph. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എഴുതുമ്പോൾ നല്ല വൃത്തിയായിട്ട് ആദ്യം എന്താണ് ഐസോമോർഫിക് ഗ്രാഫ് എന്നും കാര്യങ്ങളും എഴുതി, അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എഴുതി, വേണമെങ്കിൽ ജസ്റ്റ് 2 എക്സാമ്പിളും ചെറിയ 2 പടമൊക്കെ വരച്ചിട്ട് ഈ പടം വരയ്ക്കുക, ഈ ബോക്സ് വരയ്ക്കുക, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചെഴുതുക. ഉറപ്പായിട്ട് 9 മാർക്സ് ഫുള്ള് കിട്ടും. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് എണ്ണം വർക്ക്ഷീറ്റിൽ തരാം ഞാൻ. ഓക്കെ, ഇപ്പോൾ ചിലതിനകത്ത് അവർ ഗ്രാഫ് വെർട്ടെക്സിന് പേരൊന്നും ഇടാതെ തരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവർ ആദ്യത്തെ ഗ്രാഫ്, രണ്ടാമത്തെ ഗ്രാഫ്. ഓക്കെ, അപ്പോൾ G1 G2 എന്ന് പേര് കൊടുത്തു. ആദ്യത്തെ ഗ്രാഫിന് അവർ വേർട്ടെക്സ് A1 A2 A3 A4 A5 A6 എന്ന് കൊടുത്തു. രണ്ടാമത്തെ ഗ്രാഫിൻ്റെ വേർട്ടെക്സിൻ്റെ ഇത് B1 ഉണ്ടോ, ഇത് B2, ഇത് B3 B4 B5 B6 എന്ന് കൊടുത്തു. ഇഷ്ടമുള്ള പോലെ കൊടുക്കാം, നിങ്ങൾ പേര് കൊടുക്കുന്നതിനനുസരിച്ച്. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടെക്സ് നോക്കി, എത്രയുണ്ട്? 6. ഇവിടെയും 6. പിന്നെ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ അതിനെ മാറ്റി എഴുതി. ഇപ്പോൾ ഞാൻ A1 A2 എന്ന് കൊടുക്കും, ചിലവരിവിടെ A1 A2, ഇപ്പോൾ ഇവിടെ ഞാൻ A1 എന്ന് കൊടുത്തു, ചിലവർ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും A1 എന്ന് കൊടുക്കുന്നത്. നോ പ്രോബ്ലം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുക, അതിലൊന്നും ഒരു പ്രശ്നമില്ല. എന്നിട്ട് ആദ്യം വെർട്ടെക്സുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം, അത് കൗണ്ട് ചെയ്ത് എഴുതുക. പിന്നെ വേർട്ടെക്സുകളുടെ ഡിഗ്രിയുടെ അടിസ്ഥാനത്തിൽ ഡിസെൻഡിങ് ചെയ്ത് വെക്കുക. പിന്നെ എഡ്ജസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഗ്രിയുടെ സമ്മിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴും നമുക്കിവിടെ കണ്ടോ 2 വേർട്ടെക്സും 6 6 ഒരേപോലെ കിട്ടി, എഡ്ജസ് ഒരേപോലെ കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? 2 ഗ്രാഫും ഐസോമോർഫിക് ആണെന്ന് പറയാം കേട്ടോ. അതായത് ശരിക്കും ഈ ഗ്രാഫ് തന്നെയാണ് ഈ ഗ്രാഫ്, 2 രീതിയിൽ വരച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? ഐസോമോർഫിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് സബ് ഗ്രാഫ്. ഇപ്പോൾ സബ് ഗ്രാഫ് എന്ന ടോപ്പിക്ക് ശരിക്കും സബ് ഗ്രാഫും നമ്മുടെ സബ്സെറ്റും ഒക്കെ ഏകദേശം ഒരേ മീനിങ് വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുക ഞാൻ, 1 2 3 4. അപ്പോൾ എയുടെ ഒരു സബ്സെറ്റ് പറഞ്ഞാൽ ഞാൻ ഇത് കറക്റ്റാണെന്ന് പറയണം. 1 2 3 4 ഇതൊക്കെ എൻ്റെ ഒരു സബ്സെറ്റാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് വരുന്ന സാധനങ്ങൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കുറേ സബ്സെറ്റുകളാക്കി വെക്കുന്നു. ഇത് നിങ്ങൾ സെറ്റ് തിയറിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഗ്രാഫിനകത്ത് സബ് ഗ്രാഫും. എ ഗ്രാഫ് സ്മോൾ g ഈസ് സെഡ് ടു ബി എ സബ് ഗ്രാഫ് ഓഫ് എ ഗ്രാഫ് ക്യാപിറ്റൽ G if all vertices and all edges of G are in capital J and each edge of G has the same end vertices in G as in J. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് തോന്നും. ഇത് നമ്മുടെ സെറ്റ് തിയറിയിലെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ ഇതാണ്. ഇത് ഇങ്ങനൊരു സിമ്പിൾ ഉണ്ടല്ലോ, അത്. ഇപ്പം നിങ്ങൾ തൽക്കാലം അതൊന്നും ഓർക്കണ്ട, ഈ പറഞ്ഞ ഡെഫിനേഷനൊക്കെ നിങ്ങൾ വിട്ടേക്കാം. ഇവരിവിടെ പറയുന്നത്
ഇതാണ് നമ്മുടെ ഒറിജിനൽ ഗ്രാഫ് ജി. ഇത് രണ്ടുമാണ് നമ്മുടെ സബ് ഗ്രാഫ്. ഇത് രണ്ടുമാണ് നമ്മുടെ സബ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ എന്താ വ്യത്യാസം നോക്കിക്കേ. ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ഇത്. ഓക്കെ, ക്യാപിറ്റൽ ജി എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ടുമാണ് നമ്മുടെ സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരു പോർഷൻ തന്നെയാണ് എന്ത് ഈ സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മെയിൻ ഗ്രാഫിൻ്റെ ഒരു പോർഷൻ തന്നെയാണ്. അവിടെ വരുന്ന എല്ലാ വേർട്ടെക്സും എഡ്ജസും തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വേർട്ടെക്സിനെ തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്ന എഡ്ജ് ഏത് തന്നെയാണോ അത് തന്നെ നമ്മൾ സബ് ഗ്രാഫിലും വരയ്ക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതാണ് നമ്മുടെ മെയിൻ ഗ്രാഫ് എന്ന് പറഞ്ഞു. ഇതതിൻ്റെ ഒരു സബ് ഗ്രാഫാണ് ജി സബ് ഗ്രാഫ് ഓഫ് ക്യാപിറ്റൽ ജി. നിങ്ങൾ നോക്കിക്കേ, കറക്റ്റ് ആണോ? ഇവിടുത്തെ ഏത് പോർഷനാണ് അവർ എടുത്തേക്കുന്നത് നോക്കേ. അണ്ട V1, V4, V5, V3, V6, അതായത് ഇതുണ്ട്, ഇത്രയും പോർഷൻസ് മാത്രമാണ് എടുത്തേക്കുന്നത്. കണ്ടോ, ഇതൊരു സബ് ഗ്രാഫ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ വേർട്ടെക്സും തന്നെയാണ് ഇവിടെ V1ഉം V4ഉം തമ്മിൽ D ആണെങ്കിൽ ഇവിടെയും V1ഉം V4ഉം തമ്മിൽ D തന്നെയാണ്. അപ്പം എല്ലാ വേർട്ടെക്സ് അതുപോലെ എടുക്കും. ഇവിടെ അസോസിയേറ്റ് ചെയ്ത എഡ്ജ് ഏതാണോ അത് തന്നെയായിരിക്കും ഇവിടെയും എടുക്കുന്നത്. അല്ലെങ്കിൽ വേറൊരെണ്ണം വരച്ചേക്ക് നോക്കിയേ, ഈ പോർഷൻ മാത്രം എടുത്ത് വരച്ചു. കണ്ടോ, അതായത് V1, V4, V5, V3, V6, V2, V4, V5, V3, V6, V2. ഇവിടുത്തെ അതേ എഡ്ജസിന് ഇവിടെ E എന്ന് പറയുന്ന എഡ്ജ് ആണെങ്കിൽ ഇവിടെയും കണ്ടോ, V4ഉം V5ഉം തമ്മിൽ E ആണെങ്കിൽ ഇവിടെയും V4ഉം V5ഉം തമ്മിൽ E തന്നെ ആയിരിക്കും. അപ്പോൾ വേറെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഒരു ഗ്രാഫിനെ, ഒരു ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ മെയിൻ ഗ്രാഫിൻ്റെ ഒരു സബ് ഗ്രാഫാണ് സ്മോൾ ജി എന്ന് പറയുന്നത്. എപ്പോഴാണ്? ആ മെയിൻ ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സും എഡ്ജസും തന്നെ ഇവിടെ വരും. അതോട് അസോസിയേറ്റ് ചെയ്യുന്ന അവിടുത്തെ രണ്ട് വെർട്ടെക്സ് തമ്മിലുള്ള അസോസിയേറ്റ് ചെയ്യുന്ന എഡ്ജ് തന്നെയായിരിക്കും സബ് ഗ്രാഫിലും വരുന്നത്. ഓക്കെ, നമ്മുടെ സെറ്റ് തിയറിയുടെ അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഓക്കെ. പ്രോപ്പർട്ടീസ് ഓഫ് എ സബ് ഗ്രാഫ്. എവറി ഗ്രാഫ് ഈസ് ഇറ്റ്സ് ഓൺ സബ് ഗ്രാഫ്. ഒരു ഗ്രാഫ് അതിൻ്റെ തന്നെ സബ് ഗ്രാഫ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1, 2, 3, ഇതിൻ്റെ ഒരു സബ്സെറ്റ് തന്നെയല്ലേ 1, 2, 3 എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സബ്സെറ്റായിട്ട് നമുക്ക് ആ സെറ്റിനെ എഴുതിക്കൂടായോ? നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ? ഓക്കെ, അതുപോലെ തന്നെയാണ് ഒരു ഗ്രാഫ് അതിൻ്റെ തന്നെ സബ് ഗ്രാഫ് ആവും. എ സബ് ഗ്രാഫ് ഓഫ് എ സബ് ഗ്രാഫ് ഓഫ് ജി ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ജി. അത് മനസ്സിലാവുന്നതുകൊണ്ട് എന്തുവാന്ന്? ഫോർ എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു 1, 2, 3, 4. അതിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ പറയാൻ പോകണം. എ ഈസ് ഈക്വൽ ടു 1, 2, 3. ഇനി ഇതിൻ്റെ ഒരു സബ്സെറ്റ് ഞാൻ പറയാൻ പോവാണ്. എ ഈസ് ഈക്വൽ ടു 1, 2. അപ്പം ഒരു ഗ്രാഫിൻ്റെ ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് അതിൻ്റെ സബ്സെറ്റ്, അത് ഈ സബ്സെറ്റ് ഇതിൻ്റെയും സബ്സെറ്റാന്ന് പറഞ്ഞുകൂടായോ? അതുപോലെ തന്നെയാണിത്. ഒരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആ ഏറ്റവും വലിയ ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഈ ഒരു ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും മാത്രം ഒരു സബ് ഗ്രാഫ്, അതിൽ തന്നെ ഇത്രയും മാത്രമാകുമ്പോൾ അടുത്ത സബ് ഗ്രാഫ് ആയില്ലേ? പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താ, ഈ ഗ്രാഫിൻ്റെ സബ് ഗ്രാഫായി ഇപ്പോൾ ഇത്രയും പോർഷൻ മാത്രം എടുത്തപ്പോൾ മെയിൻ ഗ്രാഫ് ഇത്രയുള്ളതെന്ന് വെച്ചോ, ഇതിൻ്റെ സബ് ഗ്രാഫാണ് ഇത്. ഇതിൻ്റെ സബ് ഗ്രാഫ് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് വരയ്ക്കാം. എങ്കിലും ഇതിൻ്റെ ഈ മെയിനാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സബ് ഗ്രാഫ് ഇത് വന്നുകൂടായോ? അപ്പോൾ അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആ മെയിൻ ഗ്രാഫിൻ്റെ സബ് ഗ്രാഫായിട്ട് വരും. ഇനി ഒരു ഗ്രാഫിനകത്ത് ഒരു വേർട്ടെക്സ് മാത്രമേ ഉള്ളെങ്കിൽ അത് സബ് ഗ്രാഫാണ്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനൊരു ഗ്രാഫ്, ഈ സിംഗിൾ വെർട്ടെക്സ് മാത്രമുള്ളതെന്ന് വെച്ചാൽ ഒരു വെർട്ടെക്സ് മാത്രം എടുത്താൽ അതും എന്താണ്? ഒരു സബ് ഗ്രാഫാണ്. ഒരു സിംഗിൾ വെർട്ടെക്സിനെയും നമുക്ക് എന്തെടുക്കാം? ഒരു സബ് ഗ്രാഫായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഒരു സിംഗിൾ എഡ്ജ് മാത്രം ഉള്ളെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഒരു സബ് ഗ്രാഫായിട്ട് എടുക്കാം. ഓക്കെ, ടുഗദർ വിത്ത് ദിസ് എൻഡ് വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ, ഇതൊരു വെർട്ടെക്സ്, ഇതൊരു വെർട്ടെക്സ് V1, V2.
ഇങ്ങനെ വന്നാലും അല്ലെങ്കിൽ ഒറ്റൊരു വെർട്ടെക്സ് ആയിട്ട് മാത്രം വന്നാലും ഇതിനെ എന്തായിട്ട് നമ്മൾ എടുക്കും? സബ് ഗ്രാഫായിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു ഗ്രാഫ് സ്മോൾ ജി ഒരു ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആവണമെങ്കിൽ ക്യാപിറ്റൽ ജിയിലെ എല്ലാ വേർട്ടെക്സും എഡ്ജസും തന്നെ വരണം. അവിടെ അസോസിയേറ്റ് ചെയ്യുന്ന എഡ്ജസ് ഏതാണോ വേർട്ടെക്സുമായിട്ട് അത് തന്നെ ആയിരിക്കണം സബ് ഗ്രാഫ് എടുക്കുമ്പോഴും വരേണ്ടത്. സിമ്പിൾ ഇതാണ് നമ്മുടെ സിമ്പിൾ എന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗ്രാഫ് വരച്ചിട്ട് സബ് ഗ്രാഫ് നമ്മൾ സബ്സെറ്റ് പറയണ പോലെ ഗ്രാഫ് വരച്ച് കാണിച്ചാൽ മതി. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എവരി ഗ്രാഫ് അതിൻ്റെ തന്നെ സബ് ഗ്രാഫ് ആയിരിക്കും. ഒരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആ ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആയിരിക്കും. ഒരു സിംഗിൾ വേർട്ടെക്സ് വന്നാലും ഒരു സിംഗിൾ എഡ്ജ് അസോസിയേറ്റ് വിത്ത് 2 വേർട്ടെക്സും എന്ത് തന്നെ ആയിരിക്കും? സബ് ഗ്രാഫ് തന്നെ ആയിരിക്കും. നെക്സ്റ്റ് ആണ് എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്. ആ പേര് തന്നെ ഉണ്ട്. 2 ഗ്രാഫിനെ എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും? ആ 2 സബ് ഗ്രാഫിനും കോമൺ ആയിട്ട് എഡ്ജസ് വരാൻ പാടില്ല. നിങ്ങൾ ഈ ഫിഗർ തന്നെ നോക്കാം. ഇവിടെ ക്യാപിറ്റൽ ജി എന്ന് പറയുന്ന മെയിൻ ഗ്രാഫുണ്ട്, എം എൻ എന്ന് പറയുന്ന 2 സബ് ഗ്രാഫും ഉണ്ട്. അപ്പോൾ ഈ 2 സബ് ഗ്രാഫിനെ എഡ്ജ് ഡിസ്ജോയിൻ്റ് എന്ന് പറയണമെങ്കിൽ അതിന് കോമൺ ആയിട്ട് ഒരു എഡ്ജ് വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഹൗവർ മേ ദേ ഹാവ് കോമൺ വേർട്ടെക്സ്. എഡ്ജ് ഡിസ്ജോയിൻ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള എഡ്ജ് വരാൻ പാടില്ലെന്നേ ഉള്ളൂ. അവിടെ എന്ത് വരാം? വേർട്ടെക്സ് വരാം, കുഴപ്പമില്ല. അപ്പോൾ നോക്കിയേ, V4 V5 V3 എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ മെയിൻ ഗ്രാഫ്. ഇതിൽ ഈ പോർഷനാണ് ഇത്, ഈ പോർഷനാണ് ഇത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏതെങ്കിലും എഡ്ജ്, ഇതിനകത്ത് രണ്ടിനകത്തും കോമൺ ആയിട്ട് എഡ്ജ് വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഗ്രാഫിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്? എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്. ഒരു മെയിൻ ഗ്രാഫ് എടുക്കും, അതിൻ്റെ 2 സബ് ഗ്രാഫ് എടുക്കും. പക്ഷേ ആ 2 സബ് ഗ്രാഫിലും എന്ത് ചെയ്യാൻ പാടില്ല? കോമൺ ആയിട്ട് ഇതിലുള്ള ഒരു എഡ്ജ് വരാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെ E C F, ഇവിടെ G B H ഏതെങ്കിലും കോമൺ ഉണ്ടോ? ഇല്ല. വെർട്ടെക്സ് V3 എന്ന് പറയുന്ന വേർട്ടെക്സ് കോമൺ ആണ്, അതിന് കുഴപ്പമില്ല. കണ്ടോ, ദേ മേ ഹാവ് കോമൺ വെർട്ടെക്സ് വരാം, പക്ഷേ എഡ്ജസ് കോമൺ ആയിട്ട് വരാൻ പാടില്ല. അതായത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇയും സിയും എഫും വന്നാൽ ഒരിക്കലും ഇവിടെ ഇയും സിയും എഫും വരാൻ പാടില്ല. ഇവിടെ ജിയും ബിയും എച്ചും വന്നാൽ ഒരിക്കലും ഇവിടെ ജിയും ബിയും എച്ചും വരാൻ പാടില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്? 2 സബ് ഗ്രാഫ് G1 G2 വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ് ആവണമെങ്കിൽ കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് വരാൻ പാടില്ല. അപ്പോൾ ചോദിക്കും, എന്നാൽ കോമൺ ആയിട്ടുള്ള എഡ്ജസ് വരാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് എപ്പോഴും അറിയാം, ഒരു എഡ്ജെന്ന് പറഞ്ഞാൽ 2 വെർട്ടെക്സിനെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പം കോമൺ ആയിട്ടുള്ള എഡ്ജ് വന്നാൽ എന്ത് സംഭവിക്കും? ചിലപ്പോൾ വെർട്ടെക്സ് വരും. അതുകൊണ്ട് വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫിൽ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ. എന്താണ്? കോമൺ ആയിട്ട് വെർട്ടെക്സ് വരാൻ പാടില്ല, കോമൺ ആയിട്ട് എഡ്ജസ് വരാനും പാടില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇതാണ് നമ്മുടെ മെയിൻ ഗ്രാഫ്. അപ്പോൾ 2 വെർട്ടെക്സ് വരാത്ത 2 ഗ്രാഫ് എടുക്കണം. അപ്പോൾ ഏതൊക്കെയാണ് അവരെടുത്തേക്ക് നോക്കേ? കണ്ട് ഇത് ഒരെണ്ണം എടുത്തു, പിന്നെ ഏതാ എടുത്തത്? ഇതും എടുത്ത്. എന്താ കാര്യം? അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഈ V3 കോമൺ ആയിട്ട് വരും. നമ്മൾ മുമ്പത്തെ പോലെ ഇതും എടുത്തു കഴിഞ്ഞാൽ V3 കോമൺ ആയിട്ട് വരും. അപ്പോൾ പിന്നെ ഒരിക്കലും വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ആ പേര് തന്നെ ഉണ്ട്, എഡ്ജ് ഡിസ്ജോയിൻ എന്ന് പറയുമ്പോൾ എഡ്ജ് കോമൺ ആയിട്ട് വരാൻ പാടില്ല. വേർട്ടെക്സ് ഡിസ്ജോയിൻറ്റിൽ വേർട്ടെക്സ് കോമൺ ആയിട്ട് വരാൻ പാടില്ല, എഡ്ജസും വരാൻ പാടില്ല. എഡ്ജ് ഡിസ്ജോയിൻറ്റിൽ എഡ്ജസ് കോമൺ ആയിട്ട് വരാൻ പാടില്ല, പക്ഷേ വേർട്ടെക്സ് വന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. മെയിൻലി 2 തിയറം. ഒരു ഗ്രാഫിലെ വേർട്ടെക്സുകളുടെ ഡിഗ്രിയുടെ സം എപ്പോഴും എഡ്ജസിൻ്റെ എണ്ണത്തിന് ഡബിളായിരിക്കും. ഒരു ഗ്രാഫിലെ ഓഡ് വെർട്ടെക്സുകളുടെ എണ്ണം എപ്പോഴും ഈവൻ ആയിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് പ്രോബ്ലംസൊക്കെ നോക്കി. ഐസോമോർഫിസം, സെയിം നമ്പർ ഓഫ് വേർട്ടെക്സ്, എഡ്ജസ്, ഇൻസിഡൻറ്റ് റിലേഷൻഷിപ്പ്, 1-to-1 കറസ്പോണ്ടൻസ് ഒക്കെ ഉണ്ടാവണം. അതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് തിയറി പോർഷൻസ് എല്ലാം എഴുതണമെന്ന് പറഞ്ഞു. ഡിഗ്രി പ്രത്യേകം കണ്ടുപിടിച്ച് വെക്കണം. വെർട്ടെക്സിൻ്റെ എണ്ണം, ഡിഗ്രിയുടെ സം ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എഡ്ജസ് കിട്ടും. ഇതെല്ലാം ഈക്വൽ ആണെങ്കിൽ ഗ്രാഫ് ഐസോമോർഫിക്. നിങ്ങൾക്ക് അഥവാ വെർട്ടെക്സിൻ്റെ പേര് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പേരിടാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ സബ് ഗ്രാഫ് പറഞ്ഞു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. എഡ്ജ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്, വെർട്ടെക്സ് ഡിസ്ജോയിൻറ്റ് സബ് ഗ്രാഫ്. ഓക്കെ, താങ്ക് യു.